ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ പഴവും ഗോതമ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ശരിക്കും നല്ല പഞ്ഞി പോലുള്ള കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല മധുരത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ. നമുക്കിപ്പോൾ നോക്കാം എങ്ങനെയാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 മീഡിയം സൈസുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന പഴം എന്ന് പറയുന്നത് നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. പച്ചപ്പഴം ഒട്ടും തന്നെ എടുക്കരുത്. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ചെറുപഴം ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏത്തപ്പഴം വെച്ച് ചെയ്യാതിരിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ എടുത്തിരിക്കുന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇതേപോലെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ 2 പഴം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം. അത് നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. മാത്രമല്ല നമ്മൾ പഴുത്ത പഴം എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പഴുത്ത പഴം തന്നെ എടുക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല ഉടച്ചെടുക്കാനാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പഴുത്ത പഴം തന്നെ വേണം എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഒരുപാടൊന്നും ചേർക്കേണ്ട, 1 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അത്രയും മതിയാവും. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അടുത്തേക്ക് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ റിഫൈൻഡ് ഓയിലാണ്, സൺഫ്ലവറാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരേ ഒരു ടീസ്പൂൺ നമ്മുടെ വാനില എസൻസാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചേർത്തിരിക്കുന്ന മിക്സൊക്കെയും നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉടച്ചെടുത്തോ പോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴുത്ത പഴമായതുകൊണ്ട് മിക്സിയുടെ ജാറിലൊന്നിട്ട് അടിക്കേണ്ട, അതായത് ഇതേപോലെ ഇങ്ങ് ഉടച്ചെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ എല്ലാ മിക്സും നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴാണ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഈ പാൻ കേക്ക് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ 1 കപ്പ് മൈദയാണെങ്കിലും ചേർത്ത് കൊടുത്താലും നല്ലതായിരിക്കും. അപ്പോൾ ടേസ്റ്റാണ് നിങ്ങൾ കുറച്ചും കൂടി നോക്കുന്നതെങ്കിൽ മൈദ ചേർക്കാം, അല്ല ഹെൽത്തി ആയിട്ട് നോക്കുന്നതെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് ഗോതമ്പ് പൊടി ഇത് 2ആയിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി പഴമായിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരേ ഒരു ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടി തന്നെ ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം പഴത്തിൻ്റെയും അതേപോലെ തന്നെ പഞ്ചസാരയൊക്കെ ചേർത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഗോതമ്പ് പൊടിയും എല്ലാം കൂടി ആ പഴമായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഇതിനകത്തേക്ക് പാല് ചേർത്ത് ഒരു കറക്റ്റ് പരുവത്തിൽ നമുക്കൊന്ന് ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാലിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ 3/4 കപ്പ് പാല് മാത്രം നമ്മൾ ചേർത്താൽ മതി. ഇപ്പോൾ തിളപ്പിച്ച് ചൂടാറിയ പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാലാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് ഒരു ലൂസ് പരുവത്തിൽ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പാൽ ഒരു 1-2 തവണയായിട്ട് ഒഴിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് ഒഴിച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അളവൊന്നും അത്ര കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കുറച്ചാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന 3/4 കപ്പ് പാലും ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് ലൂസില്ല എന്നാൽ ഒരുപാട് ടൈറ്റോ അങ്ങനെ ഒന്നുമില്ലാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമാണ് നമ്മുടെ പാൻ കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത്. കണ്ടോ, ഇതേപോലെ നമ്മൾ സ്പൂണിൽ ഒഴിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും, അതാണ്. അപ്പോൾ ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, നേരെ തന്നെ നമ്മൾ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു മിക്സാണ് നമ്മുടെ പാൻ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു പാനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ബട്ടറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ നമ്മുടെ പാൻ കേക്കിന്. ബട്ടർ പതുക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ ഒരേ ഒരു തവി വീതം വെച്ച് നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കട്ടിക്കൊന്നും ഒഴിക്കണ്ട, കാരണം ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ട് ഇതിങ്ങ് പൊങ്ങി വന്നോളും. അപ്പോൾ ഒരുപാട് കട്ടിയൊന്നും ആവാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 2 പഴമാണ്. അപ്പോൾ അത്ര പഴം വേണ്ട എന്നുള്ളവർക്ക് ഒരു 1.5 പഴമോ അല്ലാന്നുണ്ടെങ്കിൽ 1 പഴം ചേർത്താൽ മതി. 1 പഴം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പഴം വേണം ചേർക്കാനായിട്ട്. ഇത്രയൊക്കെ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. നമ്മുടെ പാൻ കേക്ക് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഒരു വശമൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് പൊങ്ങി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം.
കണ്ടതിപ്പോൾ ഒരു വശം ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മറുവശം പതുക്കെ ഒന്ന് റെഡിയായി കഴിയുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ബട്ടർ ഒന്ന് പതുക്കെ മെൽറ്റായി വന്നതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരെണ്ണം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴാണെങ്കിലും ഒരേ ഒരു ചെറിയൊരു ടീസ്പൂൺ ബട്ടർ വീതം ചേർത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബട്ടർ ചേർത്ത് ചെയ്യുന്ന പാൻകേക്കിനാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻകേക്ക് എന്ന് പറയുന്നത് പലതരത്തിൽ ചെയ്യാറുണ്ട്. ഒന്ന് മുട്ടയും അതേപോലെ തന്നെ മൈദയൊക്കെ ചേർത്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതങ്ങനെയൊന്നും ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ പഴം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പാൻകേക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പാൻകേക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി നമ്മുടെ ഈ റെസിപ്പി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ കണ്ടല്ലോ, ഏറ്റവും എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന നമ്മുടെ പാൻകേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടതാ, നമ്മൾ ഒരുവിധം 5 പാൻകേക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഏതാണ്ട് ഒരേ അളവിലുള്ളതാണ് കേട്ടോ. കനത്തിലാണെങ്കിലും അതേപോലെ തന്നെ ഷേപ്പിലൊക്കെ ആണെങ്കിലും ഒരേ രീതിക്കുള്ളതാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. 2 വശം ഒന്ന് മുരിഞ്ഞ് കാണാൻ തന്നെയാണെങ്കിൽ നല്ലൊരു ഭംഗിയില്ലേ നമ്മുടെ പാൻകേക്ക്. അപ്പോൾ ഒരു ചെറിയ ചൂടോടുകൂടി കഴിക്കാം കേട്ടോ, ഒരുപാടൊന്നും തണുത്ത് പോകണ്ട. നമ്മുടെ കുട്ടീസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ കേക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. കാരണം നല്ല പഴുത്ത പഴത്തിൻ്റെ മധുരവും അതേപോലെ തന്നെ പഞ്ചസാരയുടെയൊക്കെ മധുരം ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ കമൻസൊക്കെ അറിയിക്കുക. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.